മുബഷീർ, നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം. ഈ മണ്ണിടിഞ്ഞ് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് ഇടിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇടിഞ്ഞു വീണിട്ടല്ല അപകടമുണ്ടായത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ കോൺക്രീറ്റ് തട്ടായിട്ട് കിട്ടിയ 21-35 ഡിഗ്രിയോളം ചരിച്ചു കിട്ടിയ ആ പ്രദേശമുണ്ട്. അതിന് മുകളിലാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിന്റെ ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. കാര്യം ഇപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ അതിന്റെ ഉള്ളിലാണ് എത്തിയിരിക്കുന്നത്. മുബഷീർ. അതെ അരുൺകുമാർ, സംഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തുരങ്കപാതയുടെ ഭാഗമായി നിർമ്മിച്ചെടുത്ത കോൺക്രീറ്റ് പാളികൾ അതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ മുൻഭാഗത്തായിരുന്നു മണ്ണ് കൂട്ടിയിട്ടിരുന്നത്. ആ മുൻഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ട മേഖലയിൽ നിന്നാണ് താഴേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗം ഉൾപ്പെടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ളൊരു വാദം ഇവിടെയുള്ള നാട്ടുകാരിൽ ചില ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ ആ തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി അതിന്റെ മുൻവശം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അതിന്റെ മുൻവശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് താഴേക്ക് ആ ദൃശ്യങ്ങളിൽ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ ഇങ്ങോട്ടേക്ക് ഒലിച്ചു വന്നത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. ഡോക്ടർ കുമാർ, എന്തായാലും ദൃശ്യങ്ങൾ കാണുന്ന ആ മേഖലയിൽ ഇപ്പോഴും മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാൻ സാധിക്കും. അത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നത്. ആ മണ്ണ് ഇപ്പോൾ ഈ പാതയിലൂടെ, അതായത് ഇപ്പോൾ ഈ ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ള ഈ പാതയിലൂടെ ഇങ്ങോട്ടേക്ക് ഒലിച്ചിറങ്ങുകയായിരുന്നു. ഇന്നലെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഇന്നലെ രാവിലെയോടുകൂടി ഈ പാത, ഈ ചൂരൽമലയിലേക്കുള്ള ഈ പാത, ഈ പാലം ഉൾപ്പെടെ ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചത്. ഇത് ഗതാഗത യോഗ്യമാക്കിയത് കൊണ്ട് മാത്രമാണ് തൊട്ടപ്പുറത്തേക്ക് JCB, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും എത്തിക്കാൻ സാധിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ വാഹനങ്ങൾ അവിടെ എത്തിച്ച്, JCB, ഹിറ്റാച്ചി ഉൾപ്പെടെ അവിടെ എത്തിച്ച് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ പാലമൊക്കെ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ പുഴയിൽ നേരത്തെ ഈ ജീവനക്കാരെ കൊണ്ടുപോകുന്നതിനോട് ഉപയോഗിച്ചിരുന്ന ബസ് അത് പൂർണ്ണമായിട്ടും തകർന്ന തരിപ്പണമായി കിടക്കുന്നത് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്തൊരു ഹിറ്റാച്ചി വാഹനവും കിടക്കുന്നുണ്ട്. തിരച്ചിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടില്ല. എന്തായാലും ഇവിടെയുള്ള സാഹചര്യം, കനത്ത മഴ തുടരുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ തെരച്ചിൽ ഇന്ന് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുള്ളത്. ഗതാഗത യോഗ്യമൊക്കെ തന്നെ ആക്കിയിട്ടുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ ശക്തമായുള്ള മഴയുള്ളത് കൊണ്ട് വീണ്ടും മണ്ണൊലിച്ചു വരാനുള്ള സാധ്യത കണക്കിലെടുത്താകാം ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കാത്തതെന്ന് വേണം കരുതാൻ. കൂടുതൽ ഈ പുഴയിൽ നിന്നുള്ള ആ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങളൊന്ന് പാൻ ചെയ്താൽ, അതായത് അവിടെ വീണ്ടും മണ്ണിടിച്ചിലിന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ശക്തമായുള്ള ഈ ജലനിരപ്പ് ഉയരുന്നതും അത് കുത്തിയൊലിച്ചു വരുന്നതും മൂലം വീണ്ടും മണ്ണിടിച്ചിലിന് താഴേക്ക് സാധ്യതയുണ്ട്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ ഇറങ്ങാത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ മേഖലയിലേക്ക് മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായിട്ടും മാറ്റിയിരുന്നു. സ്വാഭാവികമായിട്ട് അപകട ഭീഷണി കണക്കിലെടുത്തു കൂടിയാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഒന്നുകൂടെ വിശദമായിട്ട് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അരുൺകുമാർ, മുകൾ ഭാഗത്തിൽ 4 ആൾപ്പൊക്കത്തിൽ ഉയരത്തിലാണ് മൺതിട്ടകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മൺതിട്ടകൾ കേവലം JCBകൾ കൊണ്ട് മാത്രം മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംസാരിച്ച ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. രണ്ട് ദൃശ്യങ്ങൾ കാണാം. അവിടെ ടാർപോളിൻ കൊണ്ട് മറച്ചിട്ടിരിക്കുന്ന മൺകൂന കാണാം. അവിടെ കാര്യമായ ആ മൺകൂന ഇടിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ മണ്ണിടിഞ്ഞ് വീഴുന്നത് ആ ഒരു പ്രദേശം, ഒരു മുറിവ് പോലെ ആ മലയുടെ ഒരു ചെരുവിന്റെ ഒരു ഭാഗം പ്രേക്ഷകർക്ക് കാണാം. അതാണ് ആദ്യം ഒന്ന് ഇടിഞ്ഞത്. അതിനുശേഷം അവിടെയുള്ള കോൺക്രീറ്റ് ഭിത്തികൾ ഇടിയുന്നു. അതിനുശേഷം അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നീങ്ങിയാണ് വലിയ രീതിയിൽ ഈ അപകടമുണ്ടാകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് മുബഷീർ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇന്നിപ്പോൾ തെരച്ചിൽ ഈ നിമിഷം വരെയും ആരംഭിച്ചിട്ടില്ല. ഇന്നലെ വൈകുവോളം തെരച്ചിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ള വിവരവും മുബഷീർ നൽകുന്നുണ്ട്. 5 പേരെയാണ് ഇനി നമുക്ക് കണ്ടെത്താനുള്ളത്. 5 പേരും ഈ കമ്പനിയുടെ സ്റ്റാഫുകൾ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. അവരെയാണ് കണ്ടെത്താനുള്ളത്. എന്തായാലും അന്വേഷണം തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണം തിരച്ചിൽ നിർത്തിവെച്ചു എന്നുള്ള ഒരു ഔദ്യോഗിക വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ പുനരാരംഭിച്ചിട്ടുമില്ല. മുബഷീറാണ് സംഭവ സ്ഥലത്ത് നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്.